സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് സൂചനകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ തലത്തിൽ സംഭവിച്ച ഭരണപരമായ ചില തിടുക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും സർക്കാരിന്റെ അക്കൗണ്ടിൽ കെട്ടിവെക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കിടെ പ്രോട്ടോകോളും മുന്നണി നിലപാടും കൃത്യമായി ഉയർത്തിപ്പിടിച്ച് UDF സർക്കാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 4-ാം തീയതി തന്നെ പൊതുഭരണ വകുപ്പും പ്രോട്ടോകോൾ ഓഫീസും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംബന്ധിച്ച കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക നിർദ്ദേശത്തിൽ ദേശീയ ഗാനാലാപനം മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നും വന്ദേമാതരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള യാതൊരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും വ്യക്തമായതോടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ മുന ഈ സർക്കാർ തന്നെ ഒടിച്ചു കളയുകയാണ്. പൊതുഭരണ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് നിലനിൽക്കെ തന്നെയാണ് ഓഗസ്റ്റ് 6-ാം തീയതി ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് പ്രത്യേകമായി കത്തയക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറി ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നതും. കേന്ദ്രത്തിന്റെ കത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ലോക് ഭവന്റെയോ ഗവർണറുടെയോ നിർദ്ദേശപ്രകാരമല്ല ഈ കത്തയച്ചത് എന്ന് ഗവർണറുടെ ഓഫീസും വ്യക്തമായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പൊതുഭരണ സംവിധാനങ്ങളെയോ മുഖ്യമന്ത്രിയെയോ മുൻകൂട്ടി അറിയിക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കേന്ദ്ര നിർദ്ദേശങ്ങൾ അതേപടി താഴെത്തട്ടിൽ നൽകാൻ ചീഫ് സെക്രട്ടറി നടത്തിയ സ്വമേധയായുള്ള ശ്രമമാണ് നിലവിൽ വിവാദങ്ങളിലേക്ക് വഴിതെളിച്ചത്. ഭരണപരമായ ഇത്തരമൊരു കത്ത് നൽകാൻ സർക്കാരിന്റെയോ ഭരണമുന്നണിയുടെയോ ഔദ്യോഗികമായ നിലപാടല്ല എന്ന് ഭരണം നടത്തുന്നവർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര കാലം തൊട്ടേയുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും ചരിത്രപരമായ നിലപാടുകളിൽ മാറ്റമില്ല എന്നും ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. രാജ്യത്തിന്റെ പാരമ്പര്യവും കേരളത്തിന്റെ പ്രോട്ടോകോളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഭംഗിയായി സംഘടിപ്പിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നത്. വന്ദേമാതരം ആലപിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗം മാത്രം ആലപിക്കുന്ന മുൻകാല രീതി നിലനിൽക്കെ ഭരണതലത്തിൽ രാഷ്ട്രീയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥ നീക്കങ്ങളെ സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പൊതുഭരണ വകുപ്പ് നേരത്തെ ഇറക്കിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കെ സർക്കാരിന്റെ അറിവില്ലാതെ നടന്ന ഉദ്യോഗസ്ഥ നടപടികളെ ചൂണ്ടിക്കാട്ടി പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ പിണറായിക്കും LDFനും എന്ത് കിട്ടിയാലും ഇന്ന് ആയുധമാണ്. പക്ഷേ അത് മുളയിലെ തന്നെ നുള്ളിക്കളയാൻ ഈ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്.